ഹായ് എവ്രി വൺ. എൻ്റെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിനെയാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രഷർ വാഷർ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ കാറ് വാഷ് ചെയ്യാനായിട്ട് ഈ പ്രഷർ വാഷർ വളരെയധികം യൂസ്ഫുള്ളാണ്. ഇതാണ് നമ്മുടെ പ്രഷർ വാഷർ. നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ഇതാണ് പ്രഷർ വാഷർ. ഈ പൈപ്പ് ജസ്റ്റ് ഇവർ ഇതിൻ്റെ കൂടെ തരുന്നതാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 മീറ്റർ കഷ്ടിച്ച് ഉണ്ടാവുള്ളായിരിക്കും. പക്ഷേ ഇത് മതിയാവും, ഇത് ആവശ്യമുള്ളൂ. ഇതിന് ഈ ടാപ്പിൽ നിന്നാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇത് എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നത് കാർച്ചറിൻ്റെ ആയിരുന്നു. കാർച്ചറിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. കാർച്ചർ ജർമ്മൻ ബ്രാൻഡ് ആണെങ്കിൽ പോലും എനിക്ക് ഈ ഗണ്ണിൻ്റെ പൈപ്പിന് ഈ ഓസിന് നല്ല ലെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് കാറ് ഫുള്ളായിട്ട് എത്തില്ല കറങ്ങിയത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഈ പറഞ്ഞതിന് ഈ ലെങ്ത് ഉണ്ട്. ഇത് എനിക്ക് 8 മീറ്റേഴ്സ് ആണ് എൻ്റെ ഓർമ്മ. ഇതിന് ലെങ്ത് വരുന്നത് 1700 വാട്ട്സും 140 ബാർ പവറുമാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നല്ല അത്യാവശ്യം പവർ ഉണ്ട് കേട്ടോ. ഈ സാധനം ഇപ്പം നമ്മൾ ഇതിൻ്റെ എൻഡിൽ ഇത് കണക്ട് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ബക്കറ്റിലിട്ടിട്ട് യൂസ് ചെയ്യാം. നേരെ ഈ ലെറ്റ് അതുമേ കണക്ട് ചെയ്യും മോട്ടറിന്. ഇതാണ് മോട്ടർ. ഇറ്റ്സ് അറൗണ്ട് 11 kg എത്തി. അപ്പോൾ ഇത് കണക്ട് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഇത് ജസ്റ്റ് ക്ലോസ് തോന്നും. ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് പുള്ള് ചെയ്യുക, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പ്രസ് ചെയ്യുക, ലോക്കായി. ഇപ്പോൾ സെറ്റാണ്, കറക്റ്റായി. ഇനി ഇത് ബക്കറ്റിൽ ഇടാനാണ്. അപ്പോൾ എന്തെങ്കിലും ബക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ എന്തെങ്കിലും ഡേർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തും ഫിൽറ്റർ ഉണ്ട്. അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഈവൻ എന്തെങ്കിലും പ്രഷറിന് എന്തെങ്കിലും ഇഷ്യൂ കാണിക്കുകയാണെങ്കിൽ നേരെ ഇത് ഇതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ തന്നെ പുള്ളിയെ എടുക്കുക. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഫംഗസ് പോലെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ഈ സാധനം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് വെള്ളം വരേണ്ടത് ഉള്ളതാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇത് സ്ട്രൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് ലോക്കായി. ഇനി ഇവരുടെ ഇതിനും ലെങ്ത് ഉള്ള കാരണം കൊണ്ട് എപ്പോഴും ഔട്ട്ഡോറിൽ നമുക്കൊരു പവർ കണക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അടിച്ചു പോകും ഗ്യാസ് ഇങ്ങനെ ചെയ്തിരിക്കും. എന്നിട്ട് ഈ സാധനം നമ്മൾ ഇതും ഇവരുടെ ഇതിൻ്റെ അകത്തുള്ളതാണ്. ഇതിൽ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇത് കറക്റ്റായിട്ട് കയറ്റി നേരെ ഈ യെല്ലോ സാധനം നേരെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ ടൈറ്റ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ആദ്യം ഒന്നാണെങ്കിൽ ഇങ്ങനെ കളയുക, ഇല്ലെങ്കിൽ നേരെ ആ ഗണ്ണ് കണക്ട് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ എയർ ബബിൾസിനെ കളയാവുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് പ്രസ് ചെയ്ത് കയറ്റുക. അതിനുശേഷം ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. സാധനം ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഗണ്ണ് വാട്ടർ കണക്ക് കളയണം വെള്ളം. അപ്പോൾ എയർ ബബിൾസ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ കറക്റ്റ് ആവും. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതാരും ചെയ്യില്ല, നേരെ തന്നെ അടിക്കും. അപ്പോൾ പൈപ്പിലുള്ള ബബിൾസൊക്കെ കയറി ഇത് ലാസ്റ്റിങ് കിട്ടില്ല, മോട്ടറിന് ഇഷ്യൂസ് വരും. അപ്പോൾ ഇതിൽ ആ സൗണ്ട് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അത് ഇടയ്ക്ക് ഇങ്ങനെ ബബിൾസ് കയറണം. അത് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്ലേഡ് കാണാം നിങ്ങൾക്ക്. ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാം ഇതിലും ബ്ലേഡ്സ് ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡുകൾ വരും. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിന്മേ എക്സ്റ്റെൻഡ് ചെയ്യണ സാധനമാണത്, എക്സ്റ്റെൻഡർ. നേരെ കണക്ട് ചെയ്തു. ഇതിൽ എനിക്ക് ഒരു ഉപയോഗം തോന്നാത്ത ഒരു സാധനമാണ്. നമുക്ക് ഒരു കാറ് കഴുകാൻ പോലും ഇത് പോരാണ്ട് വരും. ഇത് എന്തിനാണിത് വെച്ചേക്കാന്ന് എനിക്കറിയില്ല. ഈ സാധനം ഫോം ബോട്ടിലാണിത്. ഭയങ്കര യൂസ്ലെസ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത് ഈ ബ്രാൻഡിൽ. അത് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ പൈപ്പിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് നേരെ ഊരി
ഞാൻ ഈ പറഞ്ഞ സാധനം കണക്ട് ചെയ്ത് ഷാമ്പു ബക്കറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. ബക്കറ്റിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 12 ലിറ്റേഴ്സ് വാട്ടേഴ്സ് നമുക്ക് ബക്കറ്റിൽ കിട്ടുമല്ലോ, അതിൽ ഫോം ചെയ്തിട്ട് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. സാധനമായി കാറിൻ്റെ അലോയ്സ് ക്ലീൻ ആക്കണം. ഞാൻ ഈ പറഞ്ഞ പല മോഡുകൾ ഇതിൻ്റെ അകത്ത് സെറ്റിലുണ്ട്. ഇതൊരു മോഡ് ടാർപ്പായി, വൈഡ് വരെയുണ്ട്. വൈഡ് ഏറ്റവും ബെസ്റ്റാണ്. കുറേയൊക്കെ അത് വഴുക്ക് പിടിച്ചൊക്കെ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്യാം. ഇതാണ് ഈ ബ്രാൻഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. കാറൊക്കെ ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു മോഡിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത്രയും ഏരിയ പെട്ടെന്ന് ക്ലീനായി കിട്ടും. അലോയ്സ് ഒക്കെ കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ പോയിന്റ് കുറച്ചും കൂടി ഡേർട്ട്സൊക്കെ ക്ലീൻ. അത്യാവശ്യം പവറുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞു. ഫസ്റ്റ് ഈ പൈപ്പ് ഓഫ് ചെയ്യുക, ദെൻ ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് പ്രഷർ നിൽക്കുന്നുണ്ടോ, ആ പ്രഷർ നമ്മൾ ആദ്യം കളയണം. അത് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇത് കീപ്പ് ചെയ്യാനായിട്ടൊരു പ്രോപ്പർ സ്പേസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാർ പോർച്ചിൻ്റെ അടുത്ത് വയ്ക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് വേറെ ബുദ്ധിമുട്ട് തോന്നില്ല, എപ്പോഴും നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഞാൻ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് എപ്പോഴാണെങ്കിലും ഇന്ന് കാർ മുഴുക്കേണ്ട അപ്പം തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. പ്രഷർ വാഷറിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.